സന്ധ്യയ്ക്ക് ശേഷം ഇവിടെ ആരും വരാറില്ല. കൂരിരുട്ടിലെ മഞ്ഞ വെളിച്ചത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ കല്ലിൽ കൊത്തിയ ചുണ്ടുകൾ പതിയെ അനങ്ങും. കാതോർത്താൽ അവയുടെ കുശലങ്ങൾ കേൾക്കും. തിരുവനന്തപുരത്തെ ഫൈൻ ആർട്സ് കോളേജ്. ആശയങ്ങൾ ഇവിടെ നടത്തം അവസാനിപ്പിച്ചു. ഇനി കാഴ്ചകളാണ്. പ്രവേശനത്തിനുള്ള താക്കോൽ ഇവിടെയുണ്ട്. സ്വന്തം രൂപം, സ്വന്തം നാട്. ജീവിതങ്ങളെ സ്വാധീനിച്ച മിത്തുകളും കെട്ടുകഥകളും ഛായാചിത്രങ്ങൾ. ആമാടപ്പെട്ടിയിൽ തെളിഞ്ഞ സ്ത്രീ ജീവിതങ്ങൾ. അപ്പോൾ പൊതുവേ കോളേജിനൊരു ഐലൻഡ് നേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇൻട്രാക്ഷൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും കോളേജിനകത്തേക്ക് വരാം, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് വരച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാം. ആർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാം. പല നാട്ടിലെ കലകളെ ചുറ്റുമറിഞ്ഞു നോക്കുന്ന രാജസ്ഥാനിൽ നിന്നുള്ള കലാകാരനെ പോലെ കലാസൃഷ്ടിയും. I am happy. I learned so many things from here. I want to give that thing to North, like what I learned from here. നാട്ടിലെ കാഴ്ചകൾ, വൈവിധ്യമാർന്ന നിറങ്ങൾ, അവയുടെ ആശയവും അർത്ഥവുമായി കലാകാർ ഇവിടെയുണ്ട്. പുതിയ തലമുറ പലപ്പോഴും പല പുതിയ മാധ്യമങ്ങളുമായിട്ടും പുതിയ തരത്തിലുള്ള പരീക്ഷണപരമായിട്ടുള്ള കലാ പ്രാക്ടീസുകളാണ് പലപ്പോഴും കാഴ്ചവെക്കപ്പെടുന്നത്. രാഹുലിനെ പോലെ ജീവിതം പകർത്തുന്നവരുണ്ട്. അനുഭവങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് തലയെന്നോണം പൊന്തി നിൽക്കുന്നത്. ഫീലിങ്സിനാണ് കൂടുതലും ഞാൻ വർക്കുകളിൽ കൂടുതലും ചെയ്യാറ്. എൻ്റെ ഫാദറാണെങ്കിലും സാധാ കൂലി ജോലി, ഇപ്പോൾ തേങ്ങ പൊളിക്കുക ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകുന്ന ആളാണ്. ജോലി ചെയ്യുന്ന വീടുകളിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കോളേജിൽ പഠിക്കുവാണ്, അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് എപ്പോഴും അവർ തരും. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്നത് എനിക്ക് എൻ്റെ തലയിൽ തലയുണ്ട്, ഫാദറിൻ്റെ തലയിൽ തലയില്ല, അല്ലെങ്കിൽ ഒരു വിവേചനം. രാഹുലിൻ്റെ ജീവിതം അറിയുമ്പോഴാണ് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കലയും സംസ്കാരവും വരുന്ന ആശയങ്ങളെല്ലാം ചുമന്നൊടുവിൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് സൃഷ്ടിച്ച ആൾക്കാരുമുണ്ട്. അപ്പോൾ നേരിട്ട് കണ്ടറിയാം. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.